ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സക്സസ് സ്റ്റോറിയാണ്. ഒന്നല്ല, ഒന്നിലധികം സക്സസ് സ്റ്റോറീസ് ഉണ്ട്. എന്തിൻ്റെ സക്സസ് സ്റ്റോറി എന്നായിരിക്കും? ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത ആളുകളുടെ സക്സസ് സ്റ്റോറി. ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ച് ഞാനിത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും വീഡിയോ കാണുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നത്? ഇനി ആദ്യം ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ചൊന്ന് പറയാം. നമുക്കൊക്കെ ഒരു കുട്ടിക്കാലമുണ്ടല്ലേ. കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? കെയറിങ്, ലവ്വിങ്, പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇതൊക്കെയാണല്ലേ ആഗ്രഹിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അതായിരിക്കും. നന്നായി കെയർ ചെയ്യുക, അവരെ താലോലിക്കുക, അവർ പറയുന്നതെല്ലാം വാങ്ങിത്തരാൻ ഒരാൾ, അല്ലെങ്കിൽ അവരെപ്പോഴും ചേർത്ത് പിടിക്കുക. സ്നേഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ പലരുടെയും ജീവിത സാഹചര്യം വ്യത്യസ്തമായിരിക്കും. ഞാനും നിങ്ങളൊക്കെ പല സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ആളുകളാണ്. അപ്പോൾ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. ചിലപ്പോൾ ജീവിത സാഹചര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിന്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ സാധനങ്ങൾ, അതായത് പ്രൊട്ടക്ഷൻ, സ്നേഹം, കെയറിങ്, ഇതൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ കൊതിച്ചിട്ടുണ്ടാവും ഒരുപാട്. ഇതൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ചിലപ്പോൾ പേടിച്ച് വളർന്നൊരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക്. അച്ഛനെ പേടിയായിരിക്കും, ചിലപ്പോൾ അമ്മയെ പേടിയായിരിക്കും, എന്തെങ്കിലും പറയാനൊക്കെ പേടി. ഇനിയിപ്പോൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ അത് വാങ്ങിത്തരാതിരിക്കുക. അതേപോലെ എന്തെങ്കിലും വസ്തുക്കളെ പേടി, ഇങ്ങനെ പലതും ആവാം. ഇനിയിപ്പോൾ സെക്ഷൽ അബ്യൂസ്, കുട്ടിക്കാലത്ത് നമുക്ക് അറിവില്ലാത്ത പ്രായത്തിൽ നമ്മളെ ആരെങ്കിലും ഉപയോഗിച്ചതോ, അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ ആ പ്രായം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ഈ 3 വയസ്സ് മുതലുള്ള ഒരു 15 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ്. അപ്പോൾ ആ പ്രായത്തിനുള്ളിൽ നമുക്ക് പല മുറിവുകളും ഏൽക്കുമ്പോൾ മനസ്സിനെ അത് നമ്മൾ ഹോൾഡ് ചെയ്ത് നമ്മളിങ്ങനെ വളർന്ന് വലുതാവുമ്പോഴും ഈ വേദനകളായിരിക്കും ഉള്ളിലുണ്ടാവുക. നമ്മൾ പോലും അറിയാതെ ഈ വേദന നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ കോൺഫിഡൻസിലൊക്കെ കുറയ്ക്കാൻ ഇത് വളരെയധികം ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഏൽക്കാറുണ്ട്. അതായത് ഇപ്പം ഒരാൾ പറയുകയാണ്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ മാർക്ക് എല്ലാവരും ഇങ്ങനെ അഭിനന്ദിക്കുമ്പോൾ ഒരാൾ പറയാണ്, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമല്ല, മൂക്കിലെ രാജ്യത്ത് മുറുമുക്ക രാജ, അല്ലെങ്കിൽ നിനക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടല്ല, ഞാനൊക്കെ കുറേ ഇങ്ങനെ പഠിച്ചതാ, വലിയതൊന്നുമില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മെ അഭിനന്ദിക്കുന്നു. ഈ ഒരാൾ മാത്രം ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് അത്രയും നേരം നമ്മളുടെ ഉള്ളിലുണ്ടായ സന്തോഷം പെട്ടെന്ന് തന്നെ താണുപോകും അല്ലേ. അപ്പോൾ വാക്കുകൾക്ക് പവറുണ്ട്. മറ്റുള്ള വാക്കുകൾ നമ്മെ വളർത്താനും സഹായിക്കും. അപ്പോൾ തളർന്നു പോകും നമ്മൾ ആ സമയം. അപ്പോൾ ആ ഒരു വേദന നമ്മൾ കുറേ നേരം ചിന്തിക്കും. കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കും. ഒരു 9ാം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ 8ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലൊക്കെ കുട്ടികൾ തന്നെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കും. എന്താ ഇവരെങ്ങനെ പറഞ്ഞത്, എല്ലാവരും എന്നെ അഭിനന്ദിച്ചില്ല, ഇവരെന്താ അങ്ങനെ പറഞ്ഞത്, നമ്മൾ ഒരുപാട് നേരം ചിന്തിക്കും. കുറേ ദിവസം നമ്മൾ ഈ ചിന്ത മനസ്സിലിട്ട് കൊണ്ട് നടക്കും. അതൊരു മുറിവുകളായി മനസ്സിൽ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ വളർന്ന് വലുതായി നമ്മൾ നല്ല ജോലിയിലൊക്കെ കയറുമ്പോൾ നമുക്ക് നല്ല കഴിവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, ഒരു സ്കില്ലും എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഇവർ ഈ പറഞ്ഞ വേദനയായിരിക്കാം പുറത്തേക്ക് വരിക. ചിലപ്പോൾ ഇത് മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ എന്തോ ഒന്ന് ബാക്കോട്ട് പിടിച്ച് വലിക്കുന്നത് പോലെയുള്ള ഫീലിങ്. എനിക്ക് ഒന്നിനും കഴിയില്ല, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് പറയാൻ കഴിയുന്നില്ല, എനിക്ക് എന്തോ ഒരു ഫീലിങ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബാക്കോട്ട് നമ്മെ വലിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം കുട്ടിക്കാലത്ത് നമുക്കുണ്ടായ മുറിവുകളാണ്. നമ്മൾ കോൺഫിഡൻസ് എല്ലാം കുറയ്ക്കും ഈ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഹീലിംഗ് ചെയ്തു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. നമ്മൾ സ്വതന്ത്രയാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ വേദനകൾ നമ്മെ അത്രയധികം അലട്ടുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മളത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വിഷമങ്ങൾ നിങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ ചെയ്യുക. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത ആളുകളുടെ സക്സസ് സ്റ്റോറീസ്
നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. മാം, ഇന്നർ ചൈൽഡ് ഹീലിംഗ് കഴിഞ്ഞപ്പോഴത്തേന്, അതായത് എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഫീലിംഗ്, അതായത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്നത് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് അതൊരു എന്താ പറയുക, അച്ഛൻ വന്ന് എൻ്റെ അടുത്തിരുന്നപ്പോഴത്തേന് തന്നെ എൻ്റെ ശരീരം മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ്, അതായത് ശരീരം മൊത്തം ഒന്ന് പെരുക്കുക അങ്ങനെയാന്ന് തോന്നുന്നു എൻ്റെ വേർഡ്. അതുപോലായിട്ട് നല്ലൊരു ഫീലിംഗ് ആണ്. നല്ലൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കിപ്പം നല്ല മനസ്സമാധാനം, സത്യമായിട്ടും മനസ്സമാധാനം നല്ല മനസ്സമാവും. എന്തോ ഒരു ഇപ്പം ഒന്ന് അത്രയ്ക്ക് മനസ്സമാധാനമുണ്ട് എനിക്ക്. ഒന്ന് നല്ല റിലാക്സ് ആയിട്ട് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഒരു ഭാരം ഒഴിവാക്കി പോലെ അത്രയ്ക്ക് ശരീരം ഫുള്ള്, ഇപ്പൊ കഴിഞ്ഞുള്ളെങ്കിലും ശരീരം ഫുള്ള് റിലാക്സ്ഡ് ആണ്. റിലാക്സ് എന്ന് പറഞ്ഞാൽ മനസ്സ് മുതൽ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇപ്പോഴും റിലാക്സ് ആയിട്ടുണ്ട്. ഇറ്റ്സ് എ ബിഗ് ആൻഡ് ബെസ്റ്റ് എക്സ്പീരിയൻസ്, ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണിത് സത്യമായിട്ടും. ഇപ്പം ആ ഒരു ഫീലിംഗിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ്. മാം എന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മാം എന്നെ ഹീൽ ചെയ്തപ്പം എൻ്റെ ആ കുഞ്ഞിലെ ഇന്നർ ചൈൽഡിൽ എനിക്ക് അനുഭവിച്ച എന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളെയും എനിക്ക് നേരിൽ കാണാൻ സാധിച്ചു. അതേ പ്രായത്തിൽ അവരെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ക്ഷമിച്ചു. അവരെന്നോട് സോറി പറഞ്ഞു. അപ്പോൾ അവരത്രയും എൻ്റെ മിസ്സും എൻ്റെ ഫ്രണ്ടും എൻ്റെ അച്ഛനും അങ്ങനെ എന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളും എൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു. എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുവെന്നും ഞാൻ നല്ല കുട്ടിയാണെന്നും എന്നെ ഒരു ബ്ലെസ് ചെയ്യുകയും എന്നെ കൂടുതൽ കെയർ ചെയ്യുകയും എന്നെ അവരോടൊപ്പം ചേർത്ത് നിർത്തുകയും ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുമായിരുന്നു. എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമായിരുന്നു ഇത്. എൻ്റെ ഉള്ളിലുള്ള എല്ലാ വേദനകളും എനിക്ക് പോയി. ഞാനങ്ങ് ഒത്തിരി എൻ്റെ ആ പ്രായത്തിലേക്ക് ഞാൻ പോയി. എൻ്റെ മനസ്സ് മുഴുവൻ എനിക്ക് നിറഞ്ഞു. കാര്യം ആ ഒരു വേദന നിന്ന് എനിക്ക് പൂർണ്ണമായിട്ട് 100% എനിക്ക് മാറി. മാം എന്നോട് ചോദിച്ചു 10ൽ എത്ര ശതമാനം കൊടുക്കുന്നു. 10 കൊടുത്തു എന്നാണ് ഞാൻ മാമിനോട് പറഞ്ഞത്. അതെനിക്ക് അത്രയേറെ എൻ്റെ ഉള്ളിൽ തട്ടി ഹീലായതാണ്. എനിക്കിപ്പം ഭയങ്കര കോൺഫിഡൻ്റ് ഉണ്ട്. എനിക്ക് കോൺഫിഡൻറ്റ് കുറവായിരുന്നു, പക്ഷെ എനിക്കിപ്പം എല്ലാത്തിനെയും എനിക്ക് മുന്നിൽ നിന്ന് നേരിടാനുള്ള ധൈര്യമുണ്ട്. എല്ലാത്തിനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. എല്ലാവരുടെ സ്നേഹം എനിക്ക് സ്വീകരിക്കാനുള്ള അർഹത എനിക്കുണ്ട്. ഈ ഭൂമിയിൽ എനിക്ക് നന്നായിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിക്കാനായിട്ട് എനിക്ക് അർഹതയുണ്ട്, അവകാശമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഒത്തിരി സന്തോഷമുണ്ട് മാമിൻ്റെ ഈ ഹീലിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഒരുപാട് താങ്ക് യു മാം. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ ഇന്നർ ചൈൽഡ് ഹീലിംഗ് സക്സസ് സ്റ്റോറി. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമ്മൾ ചെയ്യണത് റൂട്ട് നിന്നായിരിക്കണം. നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന വേദനകളുണ്ടെങ്കിൽ നാം അത് ഹീൽ ചെയ്ത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയാൽ മാത്രമേ നാം എന്ത് അഫർമേഷൻ പറഞ്ഞിട്ടും എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടും എന്ത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തിട്ടും കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഈ ചിന്തകൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും, നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കില്ല. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുവാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.